ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ AandA GMലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ സീരീസ് പാർട്ട് 2 ആണിത്. ഇത് പാർട്ട് 1 കുറേ കാര്യം ചെയ്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ചെയ്ത് നമ്മുടെ കുതിരയ്ക്കൊരു വീട് പോലെ പണി വെച്ചിട്ടുണ്ടാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തേക്കാണ്. ഇത്തിരി ഓവറായിട്ട് കുറേ സാധനങ്ങളുണ്ട്. അത് കേസ് നമുക്ക് ഇതിൻ്റെ അത്യാവശ്യമുണ്ട്. ഇത് നമ്മുടെ ഒരു 600 കൊണ്ട് കുഴപ്പമില്ല, നമുക്ക് അതിൻ്റെ അത്യാവശ്യം വരുന്നുണ്ട്. പിന്നെ കുറേ സാധനം വേണ്ട. നമുക്ക് ചിക്കൻ കുറച്ചിട്ട് ഇതാവശ്യമില്ല. നമുക്ക് ഇഷ്ടംപോലെ ഫുഡുണ്ട്. ഇതാവശ്യമില്ല. വെള്ളം അതൊക്കെ ആവശ്യം വരും. നമുക്ക് താഴെ പോയിട്ട് നമ്മുടെ ഗോൾഡ് നോക്കാം. ഗോൾഡ് എടുത്തിട്ടാണ് നമ്മൾ സാധനം ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ഗോൾഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുതിരയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം. ഫസ്റ്റ് നോക്കേണ്ടത് നമ്മുടെ എന്ത് സാധനത്തിൽ ഇത് വേണം. പക്ഷേ ഇതിൻ്റെ ഗോൾഡിന് എത്ര നമുക്കറിയില്ല. ഇത് എത്രയാണെന്നല്ല എന്താ നമുക്കറിയില്ല. അപ്പോൾ ഇതിന് അയ്യനാണ് കഴിച്ചേണ്ടത്. അയ്യൻ നമ്മുടെ കയ്യിലില്ലാന്ന് തോന്നുന്നു. ഇല്ല അയ്യൻ നമ്മുടെ കയ്യിലില്ല. നമുക്ക് അയ്യനുണ്ടോ ആദ്യം തപ്പി വെക്കാം. ഒറ്റ അയ്യനില്ല ഗൈസ്. നമുക്കിപ്പോൾ കുതിരയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് അയ്യൻ തന്നെ വേണം, വേറെ ഒരു വഴിയില്ല. എൻ്റെ ഒരു തേങ്ങയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ അയ്യനും കാണില്ല, ഒന്നും കാണില്ല. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ചമ്മയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് നമ്മുടെ വില്ലേജൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കണം ഗൈസ്. കാരണം ഇവിടെ റെയ്ഡ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലുണ്ട്. ഇത് ഗൈസ് ഇഷ്ടംപോലെ സോംബീസ് ചത്തിട്ടുണ്ട് ഇവിടെ. കണ്ടോ, ഇവിടെ അത്യാവശ്യം നല്ല സ്ഥലമാണ്. ഇവിടെ ഞാൻ അയ്യൻ കുളത്തിന് തപ്പി നോക്കാം. ഞാൻ ശ്രദ്ധിച്ചില്ല ഈ അയ്യൻ കുളത്തിന്. ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും ഗൈസ്. ഒന്നും കുഴപ്പമൊന്നുമില്ല. നമുക്കത് ഇത് ട്രേഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇതിലുണ്ടാവും. ഓ ഗൈസ്, ഒരു ബക്കറ്റ് വെള്ളം കൊടുത്താൽ കിട്ടും. വേറെ എന്തിട്ടുള്ളത് എമറാൾഡിന് കൊടുക്കണം. വേറൊരു വഴിയില്ല. എമറാൾഡിന് കാശില്ല. നമുക്കിനി ഏതൊരു വീട്ടിൽ തപ്പി വെക്കാം ഗൈസ്. കാട്ടുകുറാണ് സൂക്ഷിച്ചടിക്കാൻ ശ്രമിക്കുക. അതിന് നല്ല പണി കിട്ടും. ഇതൊന്നും ഉണ്ടാവില്ല. ഞാൻ എല്ലാം തപ്പിയെടുത്ത് കണ്ടിട്ട് കാലാക്കിയിട്ടുണ്ട്. ഇതിൽ എന്തിലൊക്കെ ഉണ്ടാകുന്നത്. ഇതെന്താണ് സംഭവം? എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് ഈ മണി അടിച്ചതിന് എല്ലാവരും വീട്ടിൽ പൊക്കോളും. ഇത് ഈ വില എന്തെങ്കിലും ഉണ്ടാവും നോക്കാം. അപ്പം നമുക്ക് ഇതെന്താണത്? അയൺ ബ്ലോക്കാണത്? ഇല്ലല്ല, അയൺ ബ്ലോക്ക് ഒന്നുമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ തപ്പി ഇവിടെ ഒരു വീടിലും അയ്യൻ കണ്ടില്ല. ഞാൻ കിട്ടിയൊക്കെ ഞാനടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇനി തപ്പണയിലൊക്കെ കാണേണ്ടി വരും. പക്ഷെ ഇവിടെ ഒരു കുഞ്ഞിക്കേ പോലും കാണില്ല ഗൈസ്. ഗൈസ്, കേവ് കണ്ടെത്തി. നമ്മളിപ്പോൾ കയ്യിൽ സാധനങ്ങളുണ്ട്, കുഴപ്പമില്ല. ഞങ്ങൾ പതുക്കെ താഴേക്ക് ഇറങ്ങി വെക്കാം. ചെറിയ കേവാണ്, വലിയ കേവൊന്നുമില്ല. കുഞ്ഞിക്കേവ് കോളുണ്ട്. ഈ താഴേക്കതില്ല ഗൈസ്. അപ്പോൾ വലിയ ഇതൊന്നും ഇല്ല ഇവിടെ തൽക്കാലത്തേക്ക്. കോൾ നമ്മുടെ ഉണ്ട്. അപ്പോൾ വലിയ ഉപയോഗമൊന്നും ഇല്ല ഇതിൽ. അപ്പോൾ നമുക്കത് മുകളിലേക്ക് പോയി. ഞാൻ കുറച്ച് പ്രതീക്ഷിച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷെ ഒന്നുമില്ല ഗൈസ്. ഇത് വേറെ കാര്യമാണ്. ഞാൻ കുറച്ച് മുകളിലേക്ക് ഇറങ്ങി ഡേട്ടൊന്ന് പൊടിച്ചെടുക്കാം. വല്ല മര്യാദയ്ക്ക് മുകളിലേക്ക് ഇറങ്ങി. അയ്യോ, കയറി പോയി വെള്ളത്തിൻ്റെ അവിടെ പോയി. വെള്ളമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. വെള്ളത്തിൽ കൂടെ നീങ്ങില്ല. അയ്യോ, ജസ്റ്റ് മിസ് ഗൈസ്. ഇപ്പോൾ ഞാൻ ചപ്പേനെ. ജസ്റ്റ് മിസ് ഞാൻ രക്ഷപ്പെട്ടത്.
ഇതും പൊട്ടി, മുകളിലാണ് പൊട്ടിക്കൊണ്ടത്. അതാ മൈക്ക് കയറാൻ പറ്റണില്ലല്ലോ. രക്ഷപ്പെട്ടത് അവിടെ കൂടെ താഴ്ക്കാണ് വീണ്ടും നമ്മൾ ജസ്റ്റ് മെഷീനെ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇപ്പം തന്നെ ഈ ഹാർഡ് കോറും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വീട്ടിലിരിക്കേണ്ടി വന്നതന്നെ. എനിക്ക് ഈ വീട്ടിലൊന്നും കയറി വെക്കാം. ഇത് ഞാൻ എടുത്താണ്. അതേസമയം നമ്മളെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അയണില്ലാതെ ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കാതെ ഒരു സാധനം ചെയ്യാൻ പറ്റില്ല. നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എവിടെ നിന്നെങ്കിലൊക്കെ ഒരു അയൺ കണ്ടുപിടിക്കണം. അപ്പോൾ തൽക്കാലത്തേക്ക് ഈ കുതിരനെ തപ്പി വെക്കാം. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഉണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കട്ടെ. അയ്യോ, ഇതൊക്കെ കയറാനും പറ്റണില്ല. ഗൈസ് അപ്പോൾ അയാണി ഈ ഭാഗത്ത് ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, വെറുതെയാണ് ഗൈസ്. ഞാൻ കുറച്ചെങ്കിലും പ്രതീക്ഷിച്ചു. കാരണം ഈ അതുണ്ടാക്കി കുതിരനെ എന്തായാലും വേണം. കുതിരനെ കിട്ടണമെങ്കിൽ തന്നെ മറ്റേ അയണും വേണം. അതിനെ എന്താണ് അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് സാധനം ക്രാഫ്റ്റ് ചെയ്യാൻ എടുക്കണം. അത് എടുക്കാനാണെങ്കിൽ നമ്മളെ അയണും ഇല്ല. ഒരു അയൺ മതി. ഒരു അയൺ എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും കിട്ടാൻ ഒരു വഴിയും ഇപ്പം ഒന്നും കാണാനില്ല. ഈ നമുക്ക് ഇവിടെ നിന്ന് വെള്ളം ഒഴിച്ച് നോക്കാം, എന്താ സംഭവിക്കാൻ നമുക്ക് നോക്കാം. കുറച്ച് ഒബ്സീഡിയനാക്കി വരാൻ പോകുന്നത്. നിറച്ച് ഒബ്സീഡിയനായിട്ടുണ്ട് നമുക്ക്. ഗൈസ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ വെളിച്ചം മൊത്തം പോയി. ഇപ്പോൾ രാത്രിയാണ് ഗൈസ്. ഞാൻ അറിഞ്ഞു ഒരു ഡയമണ്ടിൻ്റെ പിക്കാക്സ് കൊണ്ട് മാത്രമേ നമുക്ക് ഒബ്സീഡിയൻ പൊട്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ നമുക്ക് നെതറിൽ പോകാൻ കഴിയുള്ളൂ. നെതറിൽ പോയാൽ നമുക്ക് നെതർ ഐറ്റംസ് കിട്ടുള്ളൂ. എന്നാൽ നമുക്കത് യൂസ്ഫുൾ ആവുള്ളൂ കൂടുതൽ. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് വല്ല ഗുണമൊന്നുമില്ല. ഗുണം ഞങ്ങൾക്ക് വേണ്ട എന്താ വെച്ചാൽ കുതിരയുടെ സാധനമില്ലേ, അതോടെ പോയി. അയ്യോ, ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു ഗൈസ്. ഏതിലും കുതിരനെ കാണണം. ഇവിടെ രാത്രി ഇട്ടുണ്ട്, അപ്പോൾ നമുക്ക് കിടന്നുറങ്ങാം. അപ്പം ഒരു നൈറ്റ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. സ്കെൽട്ടൻസൊക്കെ കാണാൻ തുടങ്ങിയെങ്കിൽ എവിടെയും നമുക്ക് നാശം നമുക്ക് ഒന്നുകൂടി പോയി നോക്കണം. അവിടെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ പുറത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുറത്തെത്താൻ അവിടെ രണ്ടു കത്തി. പിന്നെ നമുക്ക് ചൂണ്ടിടാം ഗൈസ്. നമുക്ക് ചൂണ്ടിടണമെങ്കിൽ സ്ട്രിങ് വേണം. സ്ട്രിങ്ങിന് നമുക്ക് ആർക്ക് നമ്മുടെ ഇതിനെ കൊല്ലണം ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ചെറിയ ദൂരമുള്ളൂ. ഇത് നമ്മുടെ ഇവിടെ മുകളിലായിട്ട് ഒരു സാധനവും കാണുന്നില്ല. ഒരു അയൺ ബ്ലോക്ക് പ്രതീക്ഷിച്ചാണ് വന്നത്. ഇതിലൊന്നുമില്ല. നമ്മളെല്ലാം പറിച്ചെടുത്ത് ഈ ഒബ്സിഡിയനാണ് കത്തിക്കാനും പറ്റില്ല. ഇത് ഏത് ഭാഗത്തിട്ടാണ് കത്തിക്കുന്നത് എനിക്കൊരു പിടിയില്ല. ഇത് മറ്റേ ബോൺമീൽ ഉണ്ടാക്കണം. നമുക്ക് ഈ കാടിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്കൊന്ന് പോയി നോക്കാം ഗൈസ്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു കേവിന് ഒരു അയൺ കിട്ടിയാൽ നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഉണ്ടാക്കിയാലേ നമ്മൾക്ക് എന്തെങ്കിലും കാര്യമുള്ളൂ. ഇതെന്താണ് ചാടാനും പറ്റുന്നില്ലല്ലോ ഗൈസ്. നമ്മളിപ്പോൾ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഓക്സിജൻ പൊട്ടിച്ചെടുക്കണമെങ്കിൽ ഇത്തിരി പണി. നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ഈ നിലമില്ലേ, നമുക്കിതുകൊണ്ടല്ല എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും നോക്കാം. പെട്ടെന്ന് പൊട്ടുന്നുണ്ട്. എന്താ എന്താ ചെയ്യുന്നത്? വേണമെങ്കിൽ ഇത് ഉപയോഗമൊന്നുമില്ല. ചെറിയിരിക്കണ്ട ചെറിയ ഉപയോഗങ്ങളൊക്കെ എനിക്ക് തൽക്കാലെങ്കിലും ഉണ്ടാക്കാൻ എന്തെങ്കിലും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. ഇനി ചിലപ്പോൾ നില പോടിയാണ്. വിശാക്കുളമില്ല. വിശാക്കുളമെങ്കിലും ഉണ്ടാക്കണ്ടേ. സെറബ്രേറ്റ് കാരണം ഒരു ഇഷ്ടംപോലെ ഉണ്ടല്ലോ. നമുക്ക് അതൊക്കെ ടെൻഷൻ ഇല്ല.
ഇത്ര മതി. നമുക്കെന്തായാലും ഇനി വീട്ടിൽ പോയിട്ട് നേരാക്കാൻ നോക്കാം ഗായ്സ്. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു പരിപാടി പോവാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു കേവും കാണില്ല, ഒരു തെങ്ങും കാണില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് നമ്മുടെ മൈൻ ഷാഫ്റ്റ് കണ്ടുപിടിക്കാനുള്ള സംഭവത്തിലേക്ക്. നമുക്ക് കുഴിച്ച് താഴേക്ക് പോകാം. എന്ത് കിട്ടുമെന്ന് ഒരു പിടിയില്ല. നമുക്ക് തൽക്കാലം ഇഷ്ടം പോലെ ടോർച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ കുറേ ടോർച്ച് ഉണ്ടാക്കാം. അത്യാവശ്യം നല്ലോണം ടോർച്ചാണ് ഗൈസ്, അല്ലാതെ വേറെ ഇല്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു സ്റ്റാക്കുകളുണ്ട്. നമുക്കൊരു പിക്കച്ച് കയ്യിൽ വെക്കണം. തൽക്കാലത്തേക്ക് ഒരു സ്റ്റോണിൻ്റെ പിക്കച്ച് ഉണ്ട്. ഇതിനെ കയ്യിൽ വെച്ചേക്കാം. ഒരു സ്റ്റോണിൻ്റെ പിക്കച്ച് ഉണ്ടാക്കാൻ സ്റ്റോൺ ഇതിലുണ്ടാവും, ഇതിലും ഇല്ല ഗൈസ്. അപ്പോൾ നമ്മളെ കാര്യം മൊത്തത്തിൽ കഷ്ടത്തിലാണ്. സ്റ്റോണും ഇല്ല, ഒന്നുമില്ലാണ്ടാണ് നമ്മൾ ഒരു ഹാർഡ് കോർ കണ്ട് തുടങ്ങുന്നത്. ഇതിലില്ല. ഇതിൽ കുറച്ച് സ്റ്റോണുണ്ട്. സ്റ്റോണും നമുക്ക് പിക്കാച്ച് 2 ഉണ്ടാക്കാം. ഇത്ര മതി ഗൈസ്. നമ്മുടെ മൈൻ ഷാഫ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഒരു മൈനിങ് കുഴി പിടിച്ചിട്ട് നമുക്കതിലേക്ക് പോകുന്നതാണ്. കുറച്ചുണ്ടാവുള്ളൂ. ഇനി അടുത്ത പാട്ടിലേക്ക് നമുക്ക് എന്തെങ്കിലും കിട്ടാൻ ചാൻസും ഉണ്ട്. ഇതിപ്പോൾ തന്നെ കുറച്ച് സമയമായിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് നമുക്ക് കുഴിച്ച് നോക്കാം. ഈ ഭാഗത്ത് ടോർച്ച് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് താഴേക്ക് കുഴിച്ച് നോക്കാം. നമുക്ക് സ്റ്റോണിൻ്റെ ഇത് വെച്ച് കുഴിച്ചാൽ മതി. പെട്ടെന്ന് കുഴിക്കണം ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിയപ്പോൾ നമുക്കൊരു അയ്യം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഒന്നല്ല ഗൈസ്, പിന്നെ ഈ കോപ്പറോണ് വലിയ ഗുണമൊന്നുമില്ല. അയ്യോ, ഞാൻ ടോർച്ച് പൊട്ടിച്ച ഗൈസ്. അതാണ് കുറേ കഷ്ടപ്പെട്ടാണ് ഗൈസ് നമ്മൾ ഇവിടം വരെ എത്തിയത്. കുറേ സമയത്ത് നമ്മൾ അത് ഞാൻ 2x സ്പീഡാക്കി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമുക്ക് അയ്യം കിട്ടിയിട്ടുണ്ട്. ഇനി താഴേക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കും. ഇപ്പം തൽക്കാലത്തേക്ക് നമ്മൾ ഇവിടെ നിർത്തണോ വേണ്ടെന്ന് ആലോചിക്കണം. ഇതങ്ങനെ തപ്പി കുറേ സമയം എടുത്ത് ഞാൻ മൈൻ ചെയ്ത് ഇത്രയും ഞാൻ മൈൻ ചെയ്യാറില്ല സാധാരണ. എന്തായാലും ഞാൻ ഇവിടം വരെ എത്തി. കോപ്പർ വരെ കിട്ടിയിട്ടുണ്ട്. കോപ്പർ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് കുതിര ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് തൽക്കാലത്തേക്ക് 1 അയ്യം മതി. നമുക്ക് 2 അയ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ മോളിലേക്ക് കയറി പോകണം ഗൈസ്. അപ്പോൾ നമുക്ക് ചെറിയൊരു പണിയിട്ടുണ്ട്. ഇവിടെ നിറച്ച് സോംബീസാണ് ഗൈസ്. ആൾക്കാർ എന്താണ് ചെയ്യുന്നൊരു പിടിക്കുക. നിറച്ചും സോംബീസാണ്. പുറത്ത് കണ്ടാൽ തന്നെ മര്യാദയ്ക്ക് അപ്പുറത്തേക്ക് നോക്കാൻ കൂടി കിട്ടില്ല ഗൈസ്. ഞാൻ കാണിച്ചു തരാം വേണമെങ്കിൽ. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതെന്താണെന്ന് ഒരു പിടിയില്ല. വല്ലതും ചെയ്തേ ഗൈസ്. ഒരു ക്രീപ്പർ വന്നിട്ടുണ്ട്. അതിന് തൽക്കാലത്തേക്ക് ഒന്ന് കൊന്നേക്കാം. പൊട്ടി ഗൈസ്. ഇവിടെ വിഷന്ന് ചാവാൻ ഓരോന്നോരോന്ന് വരുന്നത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ചെറുതായിട്ട് ഒന്ന് പെട്ടിട്ടുണ്ട്. കാരണം മുകളിലേക്ക് കയറാനും പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് കുഴിച്ചിട്ടാണ് നമുക്ക് അയ്യം കിട്ടിയത്. അപ്പോൾ കയറി വരുമ്പോൾ എന്താണെന്നൊരു പിടി ഗൈസ്. എനിക്ക് മാത്രം എന്താ അറിയില്ല, ഇത് ഈ സമയം ഞാൻ ഇറങ്ങുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് കയറുന്ന പോലെയാണ് എനിക്ക് കാണാൻ തോന്നുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ കയറാൻ പോവുകയാണ്. ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് ഇറങ്ങുന്ന പോലെയാണ് ഗൈസ് തോന്നുന്നത്. ഒരു ടൈപ്പ് ഇല്യൂഷൻ പോലെയാണ്. എനിക്ക് മനസ്സിലാവണ്ടില്ല. ഓ ഗൈസ്, ഇവിടെ ഒരു സോംബി ഉണ്ട്. ഇതിനെ കൊല്ലാം. ഈ കയ്യിലെന്താ കല്ലൊക്കെ ചത്ത് രാവിലെ ആണുണ്ടോ? ഇല്ല, നല്ല രാത്രിയാണ്. ഇവിടേക്ക് എങ്ങനെ
മുകളിലേക്ക് ഇപ്പോൾ കയറിപ്പോയി നേരെ പിടിക്കുന്നത് വളരെയധികം റിസ്ക്കാണ്. അങ്ങനെ ഹാർഡ് കോറാണ്. അധികം റിസ്ക് എടുത്താൽ ഞാൻ തന്നെ പെടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇപ്പം അതിൻ്റെ ഇത് എത്ര ബ്ലോക്ക് ഉണ്ട്? ഓ, അത്യാവശ്യം എൻ്റെ കയ്യിൽ കല്ലുണ്ട്. ഒരു കാര്യം ചെയ്യാം ഗൈസ്, ഒരു ചെറിയ സ്റ്റെപ്പ് ഉണ്ടാക്കാം. ഗൈസ് ചിലപ്പോൾ ഇതിൻ്റെ ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കാം. അപ്പോൾ അടുത്ത ഹാർഡ് കോറിൽ ഞാൻ വരേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ കയറാൻ വയ്യാണ്. ഒന്ന് നോക്കാമല്ലോ. ഒറ്റ മിനിറ്റ്, 3, 2, 1 സ്റ്റെപ്പ്. ഞാൻ എവിടെ കൂടെ കയറുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ചാട്. ആ പോട്ടെ. പോട്ടെ 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 പോട്ടെ. മിസ്സാണ്. ഓടിച്ച് ചാട്. ഓടി 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 ഓടി. ആ ഇപ്പം സമാധാനമായി. രാത്രി എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് കയറി കിടന്നുറങ്ങാൻ നോക്കാം. ഓ അങ്ങനെ ഇരുന്നിട്ട് നീട്ടി പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. കുറേ സമയത്ത് ഞാൻ മൈൻഡ് ചെയ്തിട്ടാണ് അയ്യം കിട്ടിയത്. അയ്യം ചൂടാക്കാൻ വയ്ക്കണം. അതുകൊണ്ട് എല്ലാം കോള് കഴിഞ്ഞെന്ന് എനിക്കറിയില്ല. ആ അതിൻ്റെ ഉള്ള കോള് കഴിഞ്ഞ് ഒരു കോളുണ്ടാവും. ആ ഒരു കോളുണ്ട്. രക്ഷപ്പെട്ടു ഞാൻ. ഗൈസ് അപ്പോൾ ഈ അയ്യനാവട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ അയ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യൻ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതിന് ആ സാധനം എങ്ങനെ ഉണ്ടാക്കാം? ആ ഗൈസ് അത് നമുക്ക് ലെതറുണ്ടേ. അതുമില്ലേ ഗൈസ്. നമ്മൾ ഓരോ സാധനം ഉണ്ടാക്കുമ്പോൾ ഓരോ സാധനം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യിലിപ്പോൾ ലെതറില്ല ഗൈസ്. ഇപ്പോൾ ചെറുതായിട്ട് സമ്മതിട്ടുണ്ട്. വീണ്ടും ഈ പശുവിനെ കൊന്നാൽ നമ്മുടെ കയ്യിൽ ലെതർ കിട്ടുള്ളൂ. ഇവിടെ ലെതറില്ല. അപ്പോൾ ഈ ചെറുതായിട്ടൊന്ന് പെട്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ പെട്ടെന്ന് ശരിയാവുക സമയം എത്ര ആണെന്നറിയില്ല. നമുക്കിത് ഇവിടെ പശുക്കളെ തപ്പേണ്ടി വരും. ഇനി പശുക്കളെ കിട്ടിയാലേ നമുക്ക് ലെതർ കിട്ടുള്ളൂ. ലെതർ കിട്ടണമെങ്കിൽ ഇത്തിരി ടഫാണെന്ന് തോന്നുന്നു. ഇനി പശുക്കളെ കൊന്നാലും ചിലപ്പോൾ കിട്ടണമെന്നുള്ളൂ. ഒരു വലിയ ഉറപ്പൊന്നുമില്ല കിട്ടണമെന്ന്. അവിടെ പശുക്കൾ കാണുന്നുണ്ടോ? ഇല്ലില്ല. ആ ഭാഗത്ത് പശുക്കളുണ്ടോ? അതായത് നമുക്ക് നോക്കാം. നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ആ ഗൈസ് ഞാനൊരു പശുവിടെ ഫാം ഉണ്ടായി. നിങ്ങൾ കണ്ടോ എനിക്കറിയില്ല. എവിടെയോ കണ്ടോ ഒരു ഓർമ്മ വന്നു ഗൈസ്. ഞങ്ങൾക്ക് എന്തായാലും അവിടെ പോയി എന്തായാലും തപ്പി വെക്കാം. ആ ഇവിടെ തന്നെയാണ്. ആ അവിടെ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ആ ലെതർ കിട്ടി. ലെതറിൽ നമുക്കൊന്ന് യൂസുള്ളൂ. എക്സ്പി എടുത്തേക്കാം. മാശം വരും. ചാടി അടിക്കില്ലേ? ആ അത്ര ഒറ്റ വെട്ട് കിട്ടിയില്ല. വീണ്ടും കിട്ടിയില്ല. ആ അയ്യോ അത് ശരിയായില്ല. വേറെ അതിങ്ങനെ അടിക്കും. ഓ ചിലതിൽ മീറ്റ് മാത്രം കിട്ടുള്ളൂ. ബോറില്ല. ഇതൊന്നും കുഴപ്പമില്ല. എന്തെങ്കിലും അത് ഉണ്ടാക്കാനുള്ളതായി തോന്നുന്നു. എന്തായാലും നമുക്ക് ഉണ്ടാക്കി വെക്കാം. അതുണ്ടാക്കാനുള്ള ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി എന്താ? നമുക്ക് ഇനി വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ്. നമുക്കൊരു കുതിരേനെ തപ്പാം. കുതിരയ്ക്ക് എന്താ ഫുഡ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല. തൽക്കാലത്തേക്ക് നമുക്ക് ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോ നമ്മൾ കുതിരയുടെ നയിക്കും. നമ്മൾ അയ്യൻ തപ്പി എന്തായാലും ഒരു വീഡിയോയില്ല ഗൈസ്. നമ്മൾ അയ്യൻ കുറേ തപ്പി ഒന്നും കാണണ്ടായില്ല. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആ ബെല്ലൈക്കൻ കൂടി നിൽക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടി കാണാം. അതുവരെയും ബൈ.